കുറേ ആൾക്കാർ പല ആളുകളായിട്ട് സെക്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില പുരുഷന്മാർ പല പല സ്ത്രീകളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ സ്ത്രീകളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ബാധകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ബാധകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള ബാധകൾ നിങ്ങളുടെ ശരീരത്തേക്ക് എൻ്റർ ആവാം. ഈ ഇൻ്റർകോഴ്സ് ചെയ്യണ സമയത്ത് ഒരാളുടെ ശരീരത്തിൽ ബാധ ഉണ്ടെന്ന് വിചാരിക്കും. ആ ബാധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറും, ഒരു സംശയം വേണ്ട. അത് അങ്ങനെ നടക്കുന്ന ആളുകൾ, മാറി മാറി ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ബാധ ഇരിക്കില്ല, പല പല ബാധകളുടെ അവരുടെ ശരീരത്തിൽ കയറുന്നത് അറിയത്തില്ല. അത് സ്ത്രീ ആയാലും കൊള്ളാം, പുരുഷനായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ അത് കയറിക്കഴിഞ്ഞാൽ നിങ്ങളറിയില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഫിസിക്കൽ ലെവലുള്ള അസുഖങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മെൻ്റൽ ലെവലിലും പല പല പ്രശ്നങ്ങളുണ്ടാവാം. അത് തന്നെ എനർജി ബോഡിയിൽ ഈ സാധനം കയറിയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റുന്നവരെ അത് ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഈ ചില ആളുകൾ ഈ വശ്യപ്രയോഗത്തിലൂടെ ഇതുപോലെ ചില സ്ത്രീകളെയൊക്കെ വശത്താക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരുപാട് സംഭവങ്ങൾ ഈ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മാന്ത്രികരുടെ അടുത്തൊക്കെ പോയിട്ട് അതിനുള്ള പല പല വശ്യത്തിന് വേണ്ടി നല്ല പല പല ഉപാധികളുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഒരു സ്ത്രീയെ വശത്താക്കി നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് അവർ ചെയ്യുന്നത്. അതിന് വശ്യത്തിൽ പല പല പരിപാടികളും ഉണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്തൊക്കെയാണ്. പക്ഷേ ഞാനത് അങ്ങനത്തെ കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ദേവി കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലുള്ള പല പല പരിപാടികളുണ്ട് അവരിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ ഒരു ബാധയായിട്ട്, അതൊരു ബാധയാണ്, അതൊരു ബാധയായിട്ടാണ് ശരീരത്തിലേക്ക് കയറുക. അപ്പോൾ ആ സ്ത്രീയുടെ ബോധം മറിഞ്ഞു പോയിട്ട് പിന്നെ ആ സ്ത്രീ എന്താണ് ചെയ്യണത്, എന്തൊക്കെയാണ് ആ സ്ത്രീ ചെയ്യണമെന്നൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ഈ ബാധ ഒന്ന് ശരീരത്തിൽ നിന്ന് വിടുമ്പോഴാണ് അവർക്ക് അതിനെപ്പറ്റിയൊരു വ്യക്തമായ ധാരണ കിട്ടുന്നത്. അപ്പോഴേക്കും അവർക്ക് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായി. കാരണം ഒരു ഗിൽറ്റി കോൺഷ്യസ് അവരുടെ ഉള്ളിലോട്ട് വരികയാണ്. കാരണം ഞാൻ ചെയ്ത മുഴുവൻ തെറ്റാണല്ലോ എന്നുള്ളൊരു കോൺഷ്യസ് വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാകുക, പിന്നെ അവരുടെ ലൈഫിൽ അവർക്ക് അവരുടെ ഭർത്താവോ കുട്ടികളോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് കയറി വരും. ഞാനിതൊരു തെറ്റുകാരിയാണല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ സമയത്ത് ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. കാരണം അത് എന്ത് വിശ്വസിച്ചിട്ട് അവരൊരാൾ പറയും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് അതിനുള്ള എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളത്. അത് പെട്ടെന്നൊരാളുടെത്തേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്, കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ. അത്തരം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ ഇതേപോലത്തെ ഉദ്ദേശമാണോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും നന്നായിട്ട് പരിശോധിക്കണം. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ ആവാം. അതിലൊന്നും എനിക്ക് പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതേപോലെ ഒരാൾ വശം ചെയ്ത് നമ്മളെ വശത്താക്കുന്ന ആ ഒരു പ്രക്രിയയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, മാനസികമായിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ നിങ്ങളൊരു മാനസിക വിഭ്രാന്തി, ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകാനും വലിയ നേരമൊന്നും വേണ്ട. പിന്നെ അതിനുള്ള ഒരുപാട് മെഡിസിൻ കഴിച്ച് നിങ്ങളുടെ ശരീരം കേടാവുകയും ചെയ്യും. പക്ഷേ ആ ബാധനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ സമയത്ത് നിങ്ങൾ അതുപോലുള്ള ആളുടെ വിശ്വസിക്കാവുന്ന ഒരാളുടെ അടുത്ത് പോവുക, കാര്യങ്ങൾ നോക്കിക്കുക എന്താണ് സംഭവിച്ചേക്കണമെന്ന്. എന്നിട്ട് അതിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഇതുപോലുള്ള കൈവിഷം പോലുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഒരു തന്നിട്ടുണ്ടാവും. അപ്പോൾ അത്ര സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് കളയാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബാധയായിട്ട് ശരീരത്തിൽ നിൽക്കുന്ന സാധനങ്ങൾ അതും എടുത്ത് റിലീസ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ. കഴുത്ത് പിടുത്തം, അല്ലെങ്കിൽ വയറിന് ഗ്യാസ്ട്രിക് പ്രോബ്ലം, പിന്നെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് സംഭ്രമം ഉണ്ടാവും, ഭയങ്കര ഒരു കല്ലേറ്റ് വെച്ചേക്കുന്ന ഫീൽ ഉണ്ടാവും, പിന്നെ വേറെ എന്തെല്ലാം രോഗങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നൊരു പ്രവണത ഞാനിപ്പോൾ കുറേ എണ്ണമായി കാണുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കാലം അത്ര നല്ലതല്ല. നിങ്ങൾ ഇത്തരം കെണികളിൽ വീഴാതിരിക്കുക.